Hi all, myself Annie Sneha, an MSW student from SB College. സോഷ്യൽ വർക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ഔട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്കൽ കൺസേൺസ് ഉണ്ട്. ഈ കൺസേൺസ് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരുന്നതെന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെയിൻലി നമുക്ക് മുകളിൽ നിന്നൊരു പ്രഷർ വരുന്ന സമയത്ത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് റിസർച്ചിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്ത സമയത്തൊക്കെയാണ് നമ്മൾ അൺഎത്തിക്കൽ പ്രാക്ടീസസ് കൂടുതലും ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ എത്തിക്കൽ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റും ടൈമും ഒക്കെ എടുത്ത് ചെയ്യേണ്ട, കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിലാണ് നമ്മൾ കൂടുതലും അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത് സോഷ്യൽ വർക്ക് റിസർച്ചിൽ. സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ എത്തിക്സിൽ മെയിനായിട്ട് 3 സബ് ടൈപ്സ് ആണുള്ളത്. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സബ് ടൈപ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊസീജിയറൽ എത്തിക്സ് ആണ്. പ്രൊസീജിയറൽ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് റെലവൻ്റ് ആയിട്ട് ഒരു എത്തിക്കൽ കമ്മിറ്റിയുടെ കയ്യിൽ നമ്മളൊരു അപ്രൂവൽ എടുക്കും. അതിനെയാണ് നമ്മൾ പ്രൊസീജിയറൽ എത്തിക്സ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് എത്തിക്സ് ഇൻ പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ റിസർച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വരുന്ന എത്തിക്കൽ കൺസേൺസിനാണ് എത്തിക്സ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റിസർച്ച് എത്തിക്സ് ആണ്. റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് എത്തിക്സിനെയാണ് നമ്മൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എത്തിക്കൽ കൺസിഡറേഷനിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് നമ്മുടെ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് നമ്മൾ റിസർച്ചിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അവർക്കത് ഓക്കെയാണ്, അവരത് വില്ലിംഗ് ആണ്, ഒരു തരത്തിലുള്ള പ്രഷറും ചെലുത്താതെ അവരത് വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മളൊരു പാർട്ടിസിപ്പൻ്റ് ആക്കാൻ പാടുള്ളൂ. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഫോംഡ് കൺസേൺ ആണ്. ഇൻഫോംഡ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവർക്കതിന് ഓക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസേൺ എടുത്തതിന് ശേഷം മാത്രമേ അവർ നമ്മൾ റിസർച്ചിന് ഒരു പാർട്ടാക്കാൻ പാടുള്ളൂ. നോ ഹാം ഓർ ഡിസ്ട്രസ് ടു പാർട്ടിസിപ്പൻറ്റ്, അതായത് പാർട്ടിസിപ്പൻറ്റിനോ പാർട്ടിസിപ്പൻ്റെ പേഴ്സണൽ ലൈഫിനോ ഒരു തരത്തിലുള്ള ഹാമും നമ്മുടെ റിസർച്ച് മൂലം ഉണ്ടാവാൻ പാടില്ല. പ്രൊട്ടക്ട് ദി സബ്ജക്ട്സ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഒരു ലീഗലായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്ന സമയം വരെ നമ്മൾ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. നോ ഡിസെപ്ഷൻ, അവരെ ഒരു തരത്തിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. അവോയ്ഡ് ബയാസ് ആൻഡ് ഇൻസെൻസിറ്റീവ്, ബയാസ് ഒക്കെ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. കളക്ടിങ് ആൻഡ് പ്രസൻറ്റിങ് ആക്യുറേറ്റ് ഫൈൻഡിങ്സ്. നമുക്കിപ്പോൾ ഒരുപാട് ഫൈൻഡിങ്സ് ഇതിന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനും കളക്ട് ചെയ്യാനും ശ്രമിക്കുക. ഒബ്ലിഗേഷൻസ് ടു പ്രൊഫഷണൽ കൊളീഗ്സ്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന എല്ലാവരുടെ നമ്മളൊരു പ്രതിബദ്ധത ഉള്ളവരായിട്ടിരിക്കുക എപ്പോഴും. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡ്ലിംഗ്, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹയർ അതോറിറ്റിയിലുള്ളവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ സൈഡിലുള്ളവരുടെയൊക്കെ ഒരു എക്സസീവായിട്ടുള്ള ഒരു കൈകടത്തൽ നമ്മുടെ റിസർച്ചിൽ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ വർക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ നമ്മൾ എടുത്തിരിക്കണം. നമ്മൾ റിസർച്ചിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് അവരുടെ തന്നെ ഒരു വോളണ്ടിയർ പാർട്ടിസിപ്പേഷനിലുള്ള ഒരു കൺസേൺ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. അടുത്തെന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഗുഡായിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിസർച്ച് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് റിസർച്ച് ചെയ്യുന്ന ആൾ വെൽ ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അടുത്തെന്ന് പറയുന്നത് പ്രോട്ടോകോൾസിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി തന്നെ വെരിഫൈ ചെയ്തിരിക്കണം. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്ജക്ട്സിലോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു വൾണറബിൾ ഗ്രൂപ്പിൽ നിന്നുള്ളതാണെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ അവർക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.